രണ്ട് കൈകളും ചെവിത്തൊട്ടി വരെ രണ്ട് കൈയിന്റെയും തള്ളവിരലുകൾ സ്പർശിക്കുമാറ് ഉയർത്തുക. ആദ്യം നമ്മൾ കൈ ഉയർത്തി, ഇപ്പൊ നമ്മൾ തക്ബീർ ചൊല്ലുന്നില്ല, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ ഇങ്ങനെ ഉയർത്തുന്നു, ഉയർത്തി ചെവിത്തൊട്ടിയിലേക്ക് നമ്മുടെ തള്ളവിരലുകൾ സ്പർശിക്കുമാറ് നമ്മൾ ഉയർത്തുന്നു. ആ സമയത്ത് പുരുഷന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ തോളം കൈ എന്നാണ് ഇതിനെ പറയാം. എന്താ പറയാല്? ഈ തോളം കൈ നമ്മുടെ രണ്ട് വശങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇങ്ങനെ ചേർത്തിട്ടല്ല, ഇങ്ങനെ വിട്ട് നിൽക്കണം. നോർമലായിട്ട് വിരലുകളൊക്കെ നോർമലായി വിട്ടാൽ മതി. കൈ ഇങ്ങനെ വിരലുകൾ തമ്മിൽ പരസ്പരം കൂട്ടി ഇങ്ങനെ വെക്കും വേണ്ട, വല്ലാതെ ഇങ്ങനെ വിടർത്തും വേണ്ട. നോർമലി നമ്മുടെ വിരൽ എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ വിരലുകൾ നമ്മൾ വിടുക. അങ്ങനെ നമ്മൾ കൈ ഉയർത്തുന്നു. ഇവിടെ നമ്മൾ തക്ബീർ പറയുന്നില്ല. കൈ ആദ്യം ഉയർത്തി ചെവിത്തൊട്ടി വരെ ഉയർത്തി തള്ളവിരൽ കൊണ്ട് ചെവിത്തൊട്ടി സ്പർശിച്ചു. അല്ലാഹു അക്ബർ. കേട്ടോ, ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ ആരംഭിക്കേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ ആരംഭിക്കേണ്ടത് കൈ ഉയർത്തി കഴിഞ്ഞതിന് ശേഷമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ എന്നതിലെ അലിഫ് അഥവാ ആ എന്ന അക്ഷരം നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുന്നു. അക്ബർ എന്ന റായിലേക്ക് എത്തുമ്പോ നമ്മൾ കൈകൾ കെട്ടണം. പുരുഷന്മാർ കൈ രണ്ടും കെട്ടുകയാണ് വേണ്ടത്. സ്ത്രീകൾ കൈകൾ വെക്കുകയാണ് വേണ്ടത്. ഒന്നിനു മുകളിൽ മറ്റൊന്നിനെ വെക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന്റെ രൂപം നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് പുരുഷന്മാര് കൈ കെട്ടേണ്ടത്? ശ്രദ്ധിക്കുക. വലത്തെ കൈയിന്റെ ചെറുവിരലും തള്ളവിരലും ഉപയോഗിച്ച് ഇടത്തെ കൈയിന്റെ ഈ മണിബന്ധം ഈ ജോയിന്റിൽ ഇങ്ങനെ പിടിക്കുന്നു. ബാക്കിയുള്ള 3 വിരലുകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് പൊക്കിളിന്റെ താഴ്ഭാഗത്താണ് കൈകൾ വെക്കേണ്ടത്. അപ്പൊ ഇടത്തെ കൈയിനെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ആ ഇടത്തെ കൈയിന്റെ ജോയിന്റ് വലത്തെ കൈയിന്റെ തള്ളവിരലും ചെറുവിരലും ഉപയോഗിച്ച് പിടിച്ച് ബാക്കിയുള്ള 3 വിരലുകൾ ഇങ്ങനെ വെച്ച് പൊക്കിളിന്റെ താഴ്ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത്.